കൊമേഴ്സ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബിസിനസ് അക്കൗണ്ടിങ് ടേംസിൻ്റെ 9ാമത്തെ ക്ലാസ്സാണ്, അതായത് അവസാനത്തെ ക്ലാസ്സാണ്. സോ അപ്പോൾ അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈക്വിറ്റിയും എൻട്രിയുമാണ്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എൻട്രി എന്ന് പറഞ്ഞാൽ ദ റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് എൻട്രി. അതായത് നമ്മളിപ്പോൾ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ കൃത്യമായ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതെന്നാണ് നമ്മൾ എൻട്രി എന്ന് പറഞ്ഞത്. നമ്മൾ മിസ്സാക്കാതെ പോലും ഓരോ ഇവൻ ചെറിയൊരു പേന മേടിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് രീതിയിൽ റെക്കോർഡ് ചെയ്യണം, എൻട്രി പാസ് ചെയ്യണം. അതിനാണ് നമ്മൾ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഈക്വിറ്റി. ടോട്ടൽ ക്ലെയിംസ് ഓഫ് ബിസിനസ് ആർ കോൾഡ് ഈക്വിറ്റി. അതായത് ടോട്ടലായിട്ട് വരുന്ന ബിസിനസ്സിൽ വരുന്ന ക്ലെയിംസ് ഒക്കെയാണ് നമ്മൾ ഈക്വിറ്റി എന്ന് പറയുന്നത്. അതിന് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്രെഡിറ്റേഴ്സ് ഈക്വിറ്റിയും ഓണേഴ്സ് ഈക്വിറ്റിയും. ലയബിലിറ്റി ആർ ദി ക്ലെയിംസ് ഓഫ് ഔട്ട്സൈഡേഴ്സ് എഗെയിൻസ്റ്റ് ദി ബിസിനസ് ആർ കോൾഡ് ക്രെഡിറ്റേഴ്സ് ഈക്വിറ്റി ഓർ ഔട്ട്സൈഡേഴ്സ് ഈക്വിറ്റി. എന്ന് വെച്ചാൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ കൊടുക്കാന്നുള്ള ക്യാഷാണ്. ആദ്യ ക്ലെയിംസ്, അത് ഒരു ക്ലെയിംസാണ് നമുക്ക് കൊടുക്കാനുണ്ട് ഔട്ട്സൈഡേഴ്സിന്. എഗെയിൻസ്റ്റ് ദി ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കാന്നുള്ളത്. അപ്പോൾ അതിനെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് ഈക്വിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ഈക്വിറ്റി. ഓക്കെ, ഇനി വന്നിട്ട് ഓണേഴ്സ് ഈക്വിറ്റി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഈസ് ദി ഓണേഴ്സ് ക്ലെയിം. ക്യാപിറ്റൽ വന്നിട്ട് ഓണേഴ്സിൻ്റെ ക്ലെയിമാണത്. എഗെയിൻസ്റ്റ് ദി ബിസിനസ് ആൻഡ് ഈസ് കോൾഡ് ഓണേഴ്സ് ഈക്വിറ്റി. ഓണേഴ്സ് ബിസിനസ്സിൽ എന്തെങ്കിലും വരുമ്പോൾ അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരുന്ന ഒരു ക്ലെയിമാണ് നമ്മൾ ഓണേഴ്സ് ഈക്വിറ്റി. ഇപ്പോൾ ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ബാധിക്കുന്നത് ഓണേഴ്സിനെയാണ്. സോ ഓണേഴ്സാണ് അതിൻ്റെ ക്ലെയിം വഹിക്കുന്നത്. എന്ത് പ്രശ്നം, ഇപ്പോൾ ഒരു ഗൂഡ്സ് ഡാമേജ് ആയിപ്പോയാലും എന്ത് വന്നാലും അവരത് ക്ലെയിം വഹിക്കുന്നത് ബിസിനസ്സിൽ. സോ അതാണ് ഓണേഴ്സ് ഈക്വിറ്റി. ഇപ്പോൾ ഇത് വന്നിട്ട് നമ്മളിപ്പോൾ സാധനം കൊടുത്തു, അതിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് എന്തെങ്കിലും സാധനം മിസ്പ്ലേസ് ആയാലോ, ഇപ്പോൾ അവർ തന്നപ്പോൾ കൃത്യമായിട്ടുണ്ടായിരുന്നു, ഇവരെത്തിയപ്പോഴാണ് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നമ്മളാണ് അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കണം. അതിനാണ് ക്രെഡിറ്റേഴ്സ് ഈക്വിറ്റി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ബിസിനസ് അക്കൗണ്ടിങ് ടേംസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഉറപ്പായിട്ടും ചോദിക്കാവുന്നതാണ്. സോ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഓക്കെ, അപ്പോൾ എല്ലാം നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഉടനെ ഞാൻ റിപ്ലൈ ഇട്ടുതരാം. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ എന്തായാലും റിപ്ലൈ ഇട്ടുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ നിങ്ങളുടെ ആദ്യത്തെ ചാനലായ ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ സ്പോക്കൺ ഇംഗ്ലീഷ്, മോട്ടിവേഷൻ, ഗ്രാമറിൻ്റെ ക്ലാസ്സുകളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ആ ചാനലൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പറാണ്. അതുപോലെ തന്നെ കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ ആ നമ്പറിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും കൂടിയൊക്കെ ഒന്ന് പറയുക, ഇങ്ങനെ ഒരു ചാനലുണ്ട്, ഇതിൽ അക്കൗണ്ട്സിൻ്റെ ക്ലാസ്സും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നും പിന്നെ അതിൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളൊക്കെയാണ് എടുക്കുന്നതെന്നും. സോ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ എൻ്റെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. ഓക്കെ, സോ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ 9ാമത്തെ ക്ലാസ്സാണ് ബിസിനസ് അക്കൗണ്ടിങ് ടേംസിൻ്റെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സോ അതിൻ്റെ മുന്നത്തെ 8 ക്ലാസ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഈ ബിസിനസ് അക്കൗണ്ടിങ് ടേംസ് എന്ന് പറഞ്ഞാൽ ഓരോരോ കാറ്റഗറി ആയിട്ട് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇത്ര 9 ക്ലാസ് വന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സി യു.